ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി പഞ്ചായത്തിലുള്ള ഹരിചന്ദ്ര കോട്ടയിലേക്കുള്ള യാത്രയുടെ 4ാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ. അഗസ്ത്യാർകൂടം ഒന്ന് പോകണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടക്കുമ്പോൾ ആ ആഗ്രഹം ഒന്നുകൂടി കൂടി വരികയാണ്. അതും ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു യാത്ര തന്നെയാണെന്നാണ് തോന്നുന്നത്, പോയവർ പറഞ്ഞത്. അപ്പോൾ അത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, പോകാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതും നമ്മളിപ്പോൾ കയറി വന്ന കയറ്റമൊന്നും അത്ര മോശമല്ല. അതുപോലെ വളരെ നേരിയ വഴികളാണ്. പിന്നെ യാത്രകൾ എന്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ ക്ഷീണമൊന്നും അറിയില്ല, അങ്ങനെ അങ്ങ് നടന്നോളും. ഒറ്റക്കാവുമ്പോഴാണ് യാത്ര കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുക. ഒരു ടീമുണ്ടെങ്കിൽ, കുറേ ആളുകളുണ്ടെങ്കിൽ യാത്ര സുഖമായിരിക്കും. ഇതൊക്കെ വഴി പേരിനേ ഉള്ളൂ. പരിചയമുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലക്ഷ്യം നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടോ തിരിഞ്ഞ് മറിഞ്ഞ് പോകും, അവിടെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ചോദിക്കാൻ, ഇത് ഇങ്ങോട്ട് എങ്ങനെയാണ് പോവുക, അല്ലെങ്കിൽ ഏത് വഴിക്കാണ് പോകാമെന്ന് ചോദിക്കാൻ പോലും ഒരാൾ ഈ വഴിയിലില്ല. വിജനമായ വഴികൾ. ഈ മലയുടെ, പുരളി മലയുടെ ഏറ്റവും മുകളിലൊരു ശിവലിംഗമുണ്ട്. അതിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരത്തിൽ, ഒരു 100 മീറ്റർ ദൂരത്തിലാണ്, 100-150 മീറ്റർ ദൂരത്തിലാണ് ആ ശിവലിംഗം. ഇവിടെ കാട് കുറച്ച് കുറവാണ്, അങ്ങനെ അധികം കാടില്ല. അടുത്ത കാലത്തെന്തോ നടന്നിട്ടുണ്ട്, പൂജയോ എന്തോ സംഭവം നടന്നിട്ടുണ്ട് ഇവിടെ. ഒന്നുമില്ല, ക്ഷേത്രമൊന്നുമില്ല, വെറുതെ ഒരു കല്ല് ഇങ്ങനെ പെറുക്കി വെച്ച കല്ലും അതിൻ്റെ മേലെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയും അത്രയും. ഇത് ചിലപ്പം പണ്ട് കാലത്തൊരു ക്ഷേത്രം തന്നെ ആയിരിക്കും അല്ലേ, ക്ഷേത്രം ഉണ്ടാവുമായിരിക്കും, ശ്രീകോവിൽ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇത് കണ്ട, ഇതിൻ്റെ ഈ കല്ല് പെറുക്കി വെച്ച കല്ലിന് താഴെയായിട്ട് ഒരു നല്ല ചെത്തി മിനുസപ്പെടുത്തിയ പോലത്തെ കല്ലും കാണാം. അപ്പോൾ ഇതിൻ്റെ ഭാഗം, ഈ ശിവലിംഗത്തിൻ്റെ കുറേ ഇനിയും ഒരുപാട് ഭാഗം താഴേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവും പണ്ട് കാലത്ത്. അപ്പോൾ അതെല്ലാം എങ്ങനെയല്ലോ മൺമറഞ്ഞു പോയി. പിന്നെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇത് കാട് പിടിച്ച് കിടന്ന സമയത്ത് എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇത് ഗവേഷകന്മാരുള്ളൊരു ഉത്ഖനനം നടത്തിയാൽ ഇവിടെ എന്തെങ്കിലും അതിൻ്റെ ഭാഗങ്ങൾ കിട്ടുമായിരിക്കും. ഇപ്പോൾ പുറമേക്ക് കാണുന്നത് ഇങ്ങനെ ഒരു ശിവലിംഗം മാത്രം. നമ്മൾ ഒരുപാട് ദൂരം നടന്നു ശരിക്ക്. ഇവരെ ഹെൽപ്പില്ലെങ്കിൽ എന്തായാലും ഇവിടെ എത്തിപ്പെടാൻ പറ്റൂല കേട്ടാ. ഞാനും കൃഷ്ണേട്ടനും ഈ പെരളിമല മുഴുവൻ നടക്കണമായിരുന്നു മൊത്തം. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഇനി ഹരിചന്ദ്രക്കോട്ട പിന്നെ വേറെയല്ലേ അല്ലേ, കോട്ടയിൽപ്പെട്ട് ഇത് തന്നെ അല്ലേ? ഈ ഹരിചന്ദ്രക്കോട്ട എന്ന് പറയുമ്പോൾ കോട്ടക്കെട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അവശിഷ്ടങ്ങളുണ്ട്. ഉണ്ട്. അതെ, ഇത് ശരിക്കും അതിൻ്റെല്ലാം ഭാഗമായിരിക്കും. പണ്ടത്തെ ആ ഒരു കോട്ടയും പിന്നെ അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട സംഭവം തന്നെയായിരിക്കും ഈ ക്ഷേത്രമായിരിക്കും ഇത്. ഈ ഹരിചന്ദ്രക്കോട്ട എന്ന് പറയുന്ന സ്ഥലവും ഇത് തന്നെയാണ്. അപ്പോൾ കോട്ട എന്ന് പറയുന്നതൊക്കെ നമ്മൾ ശരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഇതായിട്ട് പറയുന്നത് ഈ ശിവലിംഗമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ കാണുന്നത്. ആ കോട്ടയുടെ അവശേഷിപ്പായിട്ട് ഇവിടെ കാണുന്നതാണ് ഈ ശിവലിംഗം. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം മണ്ണടിഞ്ഞ് പോയിട്ടുണ്ടാവും. കാരണം ഇവിടെ കുറച്ച് സ്ഥലം കുറച്ച് ഉയർന്നിട്ടാണ് കാണുന്നത്. ഇത് കണ്ട, ഈ നമ്മൾ നടക്കുന്ന വഴിയിലുള്ള കാടാണിത്. വഴിയൊരു പേരിന് മാത്രമേ, ഇത് ഈ കാണുന്നതാണ് നേരിയ ഒരു വഴി.
നാര് പോലെയുള്ള ഒരു വഴിയാണിത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ച നമ്മൾ നടക്കുന്നതിൻ്റെ ഒറ്റയടിപ്പാത. അങ്ങനെ ഒരു നോവലുണ്ടെന്നുണ്ട്, ഒറ്റയടിപ്പാത. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചയാണിത്. ഇത് ഈ വലതുഭാഗം കാണുന്നത് തോലമ്പറയാണോ? പേരാവൂർ, മുരിങ്ങോടി അങ്ങനെയെല്ലാം പറയുന്ന ഭാഗമാണ്. ഈ മുമ്പോട്ട് കാണുന്നത് മുഴക്കുന്നൊക്കെ ആയിരിക്കും. എന്ത് തന്നെയാലും ഒരു അസാധ്യ ട്രക്കിംഗ് ആണ് ഈ വഴി. അപ്പോൾ പ്രകൃതിയെ കാണുക, പ്രകൃതിയെ അറിയുക എന്നൊക്കെയാണ് നമ്മളെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അവിസ്മരണീയമായ, മറക്കാനാവാത്തൊരു യാത്രയായിരിക്കും. പിന്നെ ട്രക്കിങ് അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ, പ്രകൃതി തന്നെ ഒരു അത്ഭുതമല്ലേ. പ്രകൃതിയെ കാണുക, അല്ലെ, പ്രകൃതിയിലെ അവിസ്മരണീയമായ കാഴ്ചകൾ കാണുക, അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഹരിശ്ചന്ദ്രക്കോട്ട. അപ്പോൾ അത് നേരെ ഇത് കേട്ട് ഉടനെങ്കിൽ പുറപ്പെട്ടാൽ നമുക്കിത് വഴിയറിയണ്ടേ. അത് ആരോടെങ്കിലും ഈ ഭാഗത്ത് പരിചയമുള്ള ഒരാളോട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ വരുന്നതായിരിക്കും നല്ലത്. ഇതും ഒരു ഔഷധ ചെടിയാണ്, ഒറ്റമൂലിയാണ്. പേര് മലതാങ്ങി. ഇത് നമ്മളെ നാട്ടിലെല്ലാം കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ ഔഷധ ചെടികൾ പരിചയപ്പെട്ടു കേട്ടോ, ഒറ്റമൂലികൾ പരിചയപ്പെട്ടു ഈ യാത്രയിൽ. ഒരു തളർച്ചയില്ല അല്ലേ. റോഡ് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമ്മളിത് നടപ്പാത. റോഡ് നേരെ അങ്ങോട്ട് ചെന്നിട്ട് പേരാവൂർ റോഡിന് ചേരുവാണ് ചെയ്യുക. തില്ലങ്കേരി പേരാവൂർ റോഡ്. അപ്പോൾ നമ്മളിനി കുറച്ച് ദൂരം നടന്നാൽ നമ്മൾ തുടങ്ങിയ സ്ഥലത്തെത്തും, ബൈക്കൊക്കെ വെച്ച സ്ഥലത്തെത്തും. പിന്നെ നാട്ടിലേക്ക് മടക്കാം. നമ്മൾ നടന്നങ്ങനെ തുടങ്ങിയ സ്ഥലത്തെത്തി, നടത്താൻ തുടങ്ങിയ സ്ഥലത്തെത്തി, ബൈക്ക് വെച്ച സ്ഥലത്തെത്തി. അപ്പോൾ ആ ഗേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഉള്ളിലേക്ക് കയറിയ ഗേറ്റാണ്, അത് കടന്ന് പുറത്തേക്ക്. ഇനി നമ്മൾ ഇവിടുന്ന് തില്ലങ്കേരി ടൗണിലേക്കാണ് പോവുക. അവിടുന്ന് നേരെ ശിവപുരം ഉരുവച്ചാൽ, അവിടുന്ന് പിന്നെ നാട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ യാത്ര ഏതാണ്ട് തീരുകയാണ്. ഇവരോടൊക്കെ ഒന്ന് നന്ദി പറയണം. കുട്ടികളൊന്നും എത്തിയിട്ട് കാണുന്നില്ല. ഗുരുക്കൾ ഇവിടെ ഉണ്ട്. ഗുരുക്കളോടും കുട്ടികളോടും ഒരു താങ്ക്സും കൂടെ പറഞ്ഞിട്ട് പോയേക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങോട്ട് പോയാൽ പെരിങ്ങാനം വഴി തില്ലങ്കേരി, ഇങ്ങോട്ട് പോയാൽ പേരാവൂർ. ഇത് പേരാവൂരേക്കുള്ള വഴിയാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഒരു ബൈ പറയാം. ബൈ ബൈ ബൈ. താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഇതുപോലെ പരളിമലേൻ്റെ മുകളിൽ എന്തെങ്കിലും ഇതുപോലെ കാഴ്ചകളുണ്ട്. നമുക്ക് ഇനിയും അല്ലേ വീണ്ടും പോവാം അല്ലേ? ഓക്കെ. ഇനി വിളിക്കണം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഒരു 2 ദിവസത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയ ഈ പരളിമല കാണുക എന്നുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇനിയും വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇവരോട് സംസാരിച്ചിട്ടുണ്ട് എല്ലാവരോടും. അപ്പോൾ ഇവർ അത് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നോക്കാം. അപ്പോൾ എല്ലാവരും താങ്ക്സ്. ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.